ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഓറഞ്ച് വെച്ചിട്ട് ജാം തയ്യാറാക്കാം. വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് വീട്ടിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ജാം റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ജാം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഓറഞ്ച് 6 എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂടുതലൊക്കെ എടുക്കാം കേട്ടോ. നമുക്കിനി ഓറഞ്ചിൻ്റെ ജ്യൂസ് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓറഞ്ചിലെ കുരുവും നാരൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഓറഞ്ച് സെസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. കൂടുതൽ വേണ്ട, 1-2 ടീസ്പൂണൊക്കെ മതിയാവും. ചെറിയൊരു കഷ്ണം ഓറഞ്ചിൻ്റെ തൊലി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. തൊലി കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഉൾവശത്തെ ആ ഒരു വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ, അതുകൂടെ നീക്കം ചെയ്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനി ജ്യൂസ് തയ്യാറാക്കിയെടുക്കാം. ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. പിന്നെ ഓറഞ്ചിലേക്ക് ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല. വെള്ളം ഒഴിക്കാതെയാണ് ജ്യൂസ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. ജ്യൂസ് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഓറഞ്ച് സെസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ പഞ്ചസാര ചേർക്കണം. 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചൂടായിരിക്കുന്ന ജ്യൂസിലേക്ക് പഞ്ചസാര ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് മെൽറ്റായി കിട്ടും. അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ചേർക്കുന്നത്. ആദ്യമേ രണ്ടും കൂടി ഒരുമിച്ച് ചേർക്കുന്നതാണെങ്കിൽ കുറച്ചുകൂടെ ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഓറഞ്ച് സെസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ, ഓപ്ഷണലാണ്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഓറഞ്ചിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓറഞ്ച് സെസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അത് കൂടിപ്പോയാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ജാമിന് ചെറിയൊരു കയ്പ്പ് രുചിയൊക്കെ വരും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പഞ്ചസാര ഇപ്പോൾ ഇവിടെ നല്ലവണ്ണം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറുകി വന്ന് തുടങ്ങും. അപ്പോൾ അതുവരെ നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ചുകൊണ്ട് ഇതുപോലെ കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഇതിപ്പോൾ ഇവിടെ കുറച്ചുകൂടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചുകൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ജാമിൻ്റെ കറക്റ്റ് പാകം എങ്ങനെയാണ് ചെക്ക് ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് ജാം എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ പ്ലേറ്റ് ഒന്ന് ചെരിച്ചു കൊടുക്കാം. അങ്ങനെ വരുമ്പോൾ ഇതിവിടെ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്, ഒഴുകി ഒലിച്ചിറങ്ങി വരുന്നുണ്ട്. അതിനർത്ഥം കുറച്ചുകൂടി ഒന്ന് റെഡിയായി കിട്ടാനുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം, ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. നമ്മുടെ ജാം ഇവിടെ കുറച്ചുകൂടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്, കുറുകി വന്നിട്ടുണ്ട്. മാത്രമല്ല കളറും ചേഞ്ച് ആയിട്ടുണ്ട്, നല്ല ഡാർക്ക് കളറായി വന്നിട്ടുണ്ട്. കാണാമല്ലോ അല്ലേ. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ പ്ലേറ്റിൽ വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ പ്ലേറ്റിലേക്ക് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെരിച്ച് പിടിക്കുമ്പം ഒഴുകി വരുന്നൊന്നുമില്ല, ഒലിച്ചിറങ്ങുന്നൊന്നുമില്ല. അപ്പോൾ കറക്റ്റ് പാകത്തിനാണ്. മാത്രമല്ല ഇത് ചൂടാറി വരുമ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വരും. ഇനി നമുക്കിതിലേക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. കൂടുതലൊന്നും വേണ്ട, 1-2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ജാം പെട്ടെന്ന് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ലെമൺ ജ്യൂസ് ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ 1-2 മിനിറ്റ് വീണ്ടും ഇളക്കി കൊടുത്തുകൊണ്ടേയിരുന്നു. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ വീണ്ടും ഒന്ന് ചെയ്യാം. പ്ലേറ്റിലേക്ക് കുറച്ച് ഒഴിച്ചിട്ട് നോക്കാം. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇതേ അനങ്ങാതിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളല്ലേ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്.
ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ ജാം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഓറഞ്ച് എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്തിരിക്കുന്ന ഓറഞ്ച് എടുക്കുന്നതാണെങ്കിൽ കൂടുതൽ നല്ലത്. ഇല്ലെങ്കിൽ ചെറിയൊരു ചവർപ്പൊക്കെ വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ചൂടോട് കൂടിയോ ഇല്ലെങ്കിൽ ചെറിയ ചൂടോട് കൂടിയോ നമുക്ക് ഇതുപോലെ ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് ജാം ഒഴിച്ച് വെക്കാം. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്